ഓക്കെ മക്കളെ, നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ 10 പ്രാക്ടിക്കൽ ജോമെട്രി ഓക്കെ, നമുക്കറിയാം എന്താണ് പാരലൽ ലൈൻസ് എന്നൊക്കെ നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് പഠിച്ചിട്ടുണ്ട്. അതുമല്ല പാരലൽ ലൈൻസിൻ്റെ എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പഠിച്ചു. ട്രാൻസ്വേഴ്സൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പഠിച്ചു. പിന്നെന്താണ് സെയിം സൈഡിലെ ട്രാൻസ്വേഴ്സൽ ഇൻറ്റീരിയർ ആയിട്ടുള്ള ട്രാൻസ്വേഴ്സലിൻ്റെ സം 180 ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു പാരലൽ ലൈൻസ് കൺസ്ട്രക്ട് ചെയ്യും. അഥവാ ഒരു ലൈൻ, ഏതോ ഒരു ലൈൻ, അതിന് പാരലായിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക. നമുക്ക് വരയ്ക്കാൻ പറ്റും, എന്തുപയോഗിച്ച്? സെറ്റ് സ്ക്വയറും സ്കെയിലും ഒക്കെ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 10.1 എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ ലൈൻ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുക. ടേക്ക് എ പോയിന്റ് സി ഔട്ട്സൈഡ് ഇറ്റ്. ആ ലൈനില്ലാതെ വേറെ എവിടെയോ കിടക്കുന്ന ഒരു സി. ത്രൂ സി ഡ്രോ എ ലൈൻ പാരലൽ ടു എ ബിക്ക് പാരലായിട്ട് സി കൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കാം. നമുക്ക് സെറ്റ് സ്ക്വയറും സ്കെയിലും ഒക്കെ ഉപയോഗിച്ച് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. പക്ഷെ അവർ എടുത്തു പറഞ്ഞു യൂസിങ് റൂളർ ആൻഡ് കോമ്പസസ്. എങ്ങനെ വരയ്ക്കുമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളൊരു എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കാൻ പോവാം. അതിന് നമ്മളപ്പോൾ ആദ്യം സ്കെയിൽ എടുത്തു. ലൈനിൻ്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇഷ്ടമുള്ള ലെങ്ത്, ഇന്ന ലെങ്ത് ഒന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ഒരു ലെങ്ത് എടുത്തു. സ്കെയിൽ മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന് പേര് കൊടുക്കണം. എന്ത്? എ ബി. കാര്യം അവർ പറഞ്ഞു എ ബി എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ടേക്ക് എ പോയിന്റ് സി ഔട്ട്സൈഡ് ഇറ്റ്. അതായത് ഇവിടെ എടുക്കുക, ഇവിടെ എടുക്കുക, ഇവിടെ എടുക്കുക, ഇവിടെ എടുക്കാം, താഴെ എടുക്കുക, ഇഷ്ടമുള്ള എടുത്തേക്കാം. ഞാൻ തൽക്കാലം ഇവിടെ എടുക്കാം. ഓക്കെ, ഞാനങ്ങനെ ഇൻറ്റു മാർക്ക് ഇടുന്നില്ല. ഇൻറ്റു ഇട്ടാൽ എടുത്തത് ഇവിടെ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. ഇതാണ് എൻ്റെ സി. ഇനി എനിക്ക് എന്ത് വേണം? ഈ എ ബിക്ക് പാരലായിട്ട് സിയിൽ കൂടെ ഒരു ലൈൻ വരക്കണം. അതിനുവേണ്ടി ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ സി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മുടെ എ ബി എന്ന് പറയുന്ന ലൈനില്ലേ, അതിനെ തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തു. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ആദ്യം ഒരു ലൈൻ വരച്ചു, പിന്നെ ഒരു ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാൻ ഇഷ്ടമുള്ള പോയിന്റ് എടുത്തു. ആ ഇഷ്ടമുള്ള പോയിന്റിൽ നിന്ന് എ ബിയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു ലൈൻ വരച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തുകൊണ്ട് നമ്മൾ പോയിന്റ് ചെയ്ത് വെക്കുക. എവിടെ? നമ്മുടെ ഇപ്പോൾ ഇവിടെ ഇന്റർസെക്ട് ചെയ്തില്ലേ, അഥവാ എ ബി എന്ന് പറയുന്ന ലൈനിൽ നമ്മൾ ജോയിൻ ചെയ്തില്ലേ, ആ പോയിന്റിൽ കോമ്പസ് കൊണ്ടുവെക്കുക. നോക്ക്, കോമ്പസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നോക്ക്, കോമ്പസിൻ്റെ എൻഡ് കറക്റ്റ് പോയിന്റിലാണോ? അല്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് പോയിന്റിൽ വെച്ചു. അപ്പോൾ കറക്റ്റ് പോയിന്റിലാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കോമ്പസിൽ നിങ്ങൾ ഇഷ്ടമുള്ള റേഡിയസ് എടുക്കാം. ഞാനിപ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാണ്. ഫോക്കസ് ശരിയായിട്ടാണ് ഇരിക്കുന്നത്. കോമ്പസിൻ്റെ എൻഡ് കറക്റ്റായിട്ട് വെച്ചു. ഇനി ചെയ്യേണ്ട പരിപാടി, നിങ്ങൾ ഇവിടെ നിന്ന് കോമ്പസ് ഉപയോഗിച്ചൊരു സർക്കിൾ വരച്ചേക്കാം. സർക്കിൾ വരക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ആ ഇപ്പം വരച്ച ലൈനില്ലേ, അതിനെ കട്ട് ചെയ്യുന്ന ഇത്രയും വരച്ചാലും മതി. ഇത്രയും വരച്ചാലൊക്കെ മതി. കാര്യം എന്തേ, ഈ വരേനെ കട്ട് ചെയ്തില്ല, നമുക്ക് അതിനൊരു പേര് കൊടുത്തേക്കാം, ഡി. ഇപ്പോൾ പറയാൻ എളുപ്പമായില്ലേ. സി ഡിനെ കട്ട് ചെയ്ത പോയിന്റ് ഇല്ല, അതിന് നമുക്കൊരു പേര് കൊടുക്കാം, പി. അത്ര ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മൾ എ ബി എന്ന് പറയുന്ന ലൈൻ വരച്ചു, ഇഷ്ടമുള്ളൊരു പോയിന്റ് മാർക്ക് ചെയ്തു, അതാണ് സി. ആ സിയും ഡിയും കൂടെ കണക്ട് ചെയ്തു. എന്നിട്ട് ഡി ഫോക്കസ് ആക്കിക്കൊണ്ട് ഒരു സെമി സർക്കിൾ എന്ന് പറയുന്നില്ല, ഒരു ആർക്ക് വരയ്ക്കുന്നു. ആ ആർക്ക് ആരെ കട്ട് ചെയ്യണം? സി ഡിയെ കട്ട് ചെയ്യുന്നവർ വരച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി കോമ്പസിലെ മെഷർമെന്റ് മാറ്റരുത്. നോക്ക്, ഞാൻ മാറ്റിയിട്ടുണ്ടോ നോക്ക്. നോക്കുന്നത് എങ്ങനെ? ഞാൻ എഗെയിൻ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇതേ ലൈനിൽ കൂടി തന്നെ കയറി പോവുകയാണെങ്കിൽ ഫോക്കസ് മാറ്റിയിട്ടില്ല. കണ്ടോ, ഞാൻ വരയ്ക്കുന്നത് വേറെ സെപ്പറേറ്റഡ് ആവുന്നുണ്ടോ? ഇല്ല. കണ്ടോ, കണ്ടിന്യൂസ് ആയിട്ടല്ലേ വരുന്നത്. അതായത് ഈ കോമ്പസിലെ മെഷർമെന്റ് മാറ്റിയിട്ടില്ല. ഇതേ മെഷർമെന്റ് കൊണ്ട് ചെന്ന് എവിടെ വെക്കുക? സിയിൽ വെക്കുക. നമുക്ക് സിയിൽ തന്നെയാണോ നോക്കാം. അല്ല, കറക്റ്റ് പൊസിഷൻ അല്ല ഇരിക്കുന്നല്ലേ.
നമുക്ക് കറക്റ്റ് പൊസിഷനിൽ വെക്കാം. ഓക്കെ മക്കളെ, ഞാൻ ഇതിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരട്ടെ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ എന്താണ് ബുക്കിലായതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമേ. ഇതിപ്പോൾ നമുക്ക് അല്ലാതെ വന്നതുകൊണ്ട് ആണ് ചെയ്യാൻ ഇത്തിരി പാട് വരുന്നത്. ലാപ്ടോപ്പിൽ സെറ്റ് ചെയ്ത് വെക്കണ്ടേ. ഓക്കെ, ഇപ്പോൾ ഒരു ലേശം മാറിയിരിക്കുകയാണ്, അതുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ അതേ കോമ്പസ് പെർഫെക്റ്റ്ലി ഫോക്കസ് ആയി. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മളൊരു ആർക്ക് വരയ്ക്കണം. വരയ്ക്കാം. വരച്ചു. ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പം ഇത്രയും മനസ്സിലായല്ലോ. ഇപ്പം എന്താ ചെയ്തത്? ലൈൻ വരച്ചു, സി മാർക്ക് ചെയ്തു, സിയും ഇഷ്ടമുള്ളൊരു പോയിന്റിലേക്ക് കണക്ട് ചെയ്തു. അതിന് ഞാൻ ഡി എന്ന് പേര് കൊടുത്തു. ഡിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള റേഡിയസിന് ഒരു ആർക്ക് വരച്ചു. അതേ റേഡിയസിൽ സിയിലും ഒരു ആർക്ക് വരച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വേണ്ടേ ഇവിടുത്തെ ഈ എ ബിയിൽ ടച്ച് ചെയ്ത് ഈ പോയിന്റിനെ പി ക്യൂ എന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ടച്ച് ചെയ്തതിനെ ക്യൂ എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ടച്ച് ചെയ്തതിനെ എം എന്ന് കൊടുക്കുക. പറയാൻ എളുപ്പത്തിനാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, കോമ്പസ് എടുക്കുക. എടുത്തേ ക്യൂവിൽ കുത്തി ക്യൂ മുതൽ പി വരെയുള്ള ലെങ്ത് എടുക്കുക. ക്യൂ മുതൽ പി വരെയുള്ളത് കോമ്പസിൽ എടുക്കുക. ഇപ്പം ശരിയായില്ല, ഇച്ചിരി കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പം ശരിയായി. ക്യൂ മുതൽ പി വരെയുള്ളതായി. വേണേ വന്ന് നോക്കിക്കോ. ദേ ടിപ്പ് ഒരു ലേശം മാറിയിട്ടുണ്ട്. നമുക്ക് വേറൊരു കളർ എടുത്താൽ കണ്ടോ, ഈ യെല്ലോ കളറിൽ കാണുന്നത് ഒരു ലേശം കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും. ദേ കറക്റ്റ് വന്നു അല്ലേ? ഈ കോമ്പസിൻ്റെ തുമ്പത്ത് ഇതാ നിങ്ങളുടെ പെൻസിലാണ് കേട്ടോ. പെൻസിലിൻ്റെ എൻ്റെ എന്താ പിയിലുണ്ട്, കോമ്പസിൻ്റെ എൻ്റെ ക്യൂവിലാണോ? അല്ലേ, ഇച്ചിരി മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. നോക്കാം, ഒരു ലേശം കൂടെ അഡ്ജസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതിനനുസരിച്ച് മറ്റേത് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ സെറ്റാണ്. ഇവിടെ ഒരു ലേശം മാറിയിട്ടുണ്ട്. നമുക്ക് ആ ലേശം മാറിയതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, പെർഫെക്റ്റ്. പി ക്യൂ എന്ന് പറയുന്നത് ഞാൻ എന്തിലെടുത്തു? കോമ്പസിലെടുത്തു. എന്നിട്ട് എമ്മിൽ കൊണ്ട് ചെന്ന് വെക്കുക. എമ്മിൽ കൃത്യമായി വെക്കുക. നോക്കുക, വെച്ചതിനകത്ത് വല്ല കുഴപ്പമുണ്ടോ? ലേശ വ്യത്യാസം ഉണ്ടല്ലേ? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ലേശ വ്യത്യാസമുള്ളത് പെർഫെക്റ്റ് ആയിട്ട് വെച്ച് മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എന്നിട്ട് നമ്മൾ എഗെയിൻ ആർക്ക് വരയ്ക്കണം. ആർക്ക് വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഒരിടത്ത് ടച്ച് ചെയ്തിട്ടില്ലേ? ആ ടച്ച് ചെയ്ത സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അല്ലേ, ഇപ്പം ടച്ച്. ഈ കിട്ടിയ പോയിന്റിനെ നമുക്ക് വേറൊരു പേര് കൊടുക്കാം, എൻ എന്ന് കൊടുക്കാം. ഇനി ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. എന്നും സിയും ചേർത്ത് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. എന്നും സിയും കൂടെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഒന്നുകൂടെ പറയാം, എല്ലാം പറഞ്ഞു തരാം. അപ്പം നമുക്ക് ഒന്ന് വരച്ചിടാം. ഇതാണ് എൻ, ഇതാണ് സി. രണ്ടും കൂടെ ചേർത്ത് രണ്ടും കൂടെ ഒരൊറ്റ ലൈനിൽ വരുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യണം കേട്ടോ. ഇപ്പം വരച്ച ഈ ബ്ലൂ ലൈനില്ലേ, ഇവർ തമ്മിൽ പാരലായിരിക്കും. ചെക്ക് ചെയ്യണോ? ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് നോക്കിക്കോ. ഞാനൊരു സ്കെയിൽ എടുത്തു. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ പ്രൊസീജിയർ പറഞ്ഞുതരാം കേട്ടോ. ഇത് പാരലാണ് എന്ന് പ്രൂവ് ചെയ്ത് തരാം. പാരലാണോ എന്ന് കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സ്കെയിൽ എടുക്കാം. വെച്ച് എന്നിട്ട് ഒരു സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ എടുത്ത് ടോപ്പ് പോർഷനിൽ ഇവർ രണ്ടുപേരെയും കൂടെ കറക്റ്റായി വെക്കുക. കണ്ടോ, ഇപ്പോൾ ഇവർ തമ്മിൽ പെർഫെക്റ്റ്ലി കണ്ടോ നിൽക്കുക. ഇനി ഈ സെറ്റ് സ്ക്വയർ പതുക്കെ താത്തിക്കൊണ്ടുവന്ന് ഈ ലൈനിൽ കൊണ്ടുവരുമ്പോഴും ഇവർ തമ്മിൽ കൃത്യമായി നിൽക്കുകയാണെങ്കിൽ എന്താണ്? ഇവർ പാരലാണ്. കണ്ടോ, ഇപ്പോഴും ഇതിൻ്റെ ബേസിലാണ്. മുകളിലേക്ക് ചെന്നാൽ
ഈ ബ്ലൂവും ഇതിൻ്റെ ബേസിൽ കൃത്യമായി നിൽക്കും. നമ്മുടെ സ്കെയിൽ അണക്കരുത് കേട്ടോ, സെറ്റ് സ്ക്വയറേ മാറ്റാവുള്ളൂ. ഇത് തമ്മിൽ പാരല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ നോക്കിക്കോ. എങ്ങനെയാണ് ചെയ്തത്? ആദ്യം എ ബി വരച്ചു. ഓക്കെ, ആദ്യം എന്ത് ചെയ്തു? എ ബി വരച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഷ്ടമുള്ളൊരു പോയിന്റ് സി എടുത്തു. ആ സിയും സിയിൽ നിന്ന് എ ബിയിലേക്ക് ഇഷ്ടമുള്ളൊരു ലൈൻ വരച്ചു. സി എന്താ? നമ്മൾ എവിടെ കൂടെയാണോ പാരൽ വരയ്ക്കേണ്ടത് ആ പോയിന്റാണ്. അപ്പം സി കൂടെ പാരൽ വരയ്ക്കേണ്ടത്. അപ്പം സിയിൽ നിന്നും ആർക്ക് പാരലായിട്ടാണോ വരയ്ക്കേണ്ടത് അവിടേക്ക് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ആ പോയിന്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്ത ലൈനെ എവിടെ ടച്ച് ചെയ്യുന്നോ അതിന് നെയിം കൊടുക്കുക. അതിന് ഞാൻ പി എന്നും എ ബിയെ ടച്ച് ചെയ്തെടുത്ത് ക്യൂ എന്നും എടുക്കുന്നു. ഇതേ മെഷർമെൻറ്റ് സിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുക. വരച്ചു. ദെൻ എന്ത് ചെയ്തു? അപ്പോൾ ഒന്നാമത്തെ പ്രൊസീജിയർ എന്താണ്? എ ബി വരച്ചു, ദെൻ സി കണ്ടുപിടിച്ചു, പിന്നെ സിയിൽ നിന്നും എ ബിയിലേക്ക് ജോയിൻ ചെയ്തു. ഓക്കെ, സിയിൽ നിന്നും എൻ്റെ കൂടെ എഴുതി പോകണം കേട്ടോ. ഞാൻ നോട്ട് അയച്ചു തരും, എന്നാലും നിങ്ങൾ എൻ്റെ കൂടെ എഴുതിപ്പോയാലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ കേട്ടോ. അപ്പം സിയും എ ബിയും കൂടി ജോയിൻ ചെയ്തു. ദെൻ എന്ത് ചെയ്തു? ഒരു റേഡിയസ് എടുക്കുന്നു. ഇഷ്ടമുള്ളൊരു റേഡിയസ് എടുത്ത് ഡി ഫോക്കസ് ആക്കിക്കൊണ്ട് ആർക്ക് വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സെയിം റേഡിയസ് എടുത്ത് സി ഫോക്കസ് ആക്കി ആർക്ക് വരയ്ക്കുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? ദെൻ പി ക്യു മെഷർ ചെയ്യുക. ഓക്കെ, ദെൻ പി ക്യു മെഷർ ചെയ്യുക. എം അടയാളപ്പെടുത്തുക. എമ്മിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കുക. ആ വരച്ച് കിട്ടുന്ന ആർക്കും നമ്മുടെ നേരത്തെ വരച്ച ആർക്കും കൂടെ ജോയിൻ ചെയ്യുന്നില്ലേ, അവരെ തമ്മിൽ ചേർത്ത് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെയാണ് പാരലൽ ലൈൻസ് വരയ്ക്കുന്നത്. മനസ്സിലായല്ലോ മക്കളെ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം.